സ്നേഹമുള്ളവരെ, നമ്മൾ ശ്ലീഹാകാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയിലൂടെ നമ്മൾ പുതിയ കാലം കയറ്റക്കാലം ആരംഭിക്കും. അപ്പസ്തലന്മാരുടെ അധ്വാനമാണ്, സുവിശേഷ പ്രചരണത്തിലുള്ള അധ്വാനമാണ് കാലഘട്ടത്തിൽ പ്രധാനമായും ചിന്തിച്ചത്. അതിലൂടെ ഞാൻ നിങ്ങൾ എത്രമാത്രം ഈ കാലഘട്ടത്തിൽ സുവിശേഷം ജീവിക്കാൻ പരിശ്രമിച്ചു, സുവിശേഷം പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളത് ചിന്താവിഷയമായിട്ടുണ്ട്. കുറവുകളുണ്ടെങ്കിൽ നികത്തി കൂടുതൽ വീക്ഷണങ്ങളുടെ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള അതൊക്കെ പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് കൊറോണ ബാധിച്ച് മരണമടഞ്ഞവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും കൊറോണ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗവും പ്രാർത്ഥിക്കാൻ കാലഘട്ടങ്ങളിലേക്ക് പ്രകടിപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ദേശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വാധിപനാം
പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താൽ അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരൻ ഒന്നാം ലേഖനം അധ്യായം 16 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആസ്വദിക്കണമേ. ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെ പറ്റി പ്രതിപാദിക്കാം. ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയും ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചുകൊള്ളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മെക്കോദോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ ഒരുപക്ഷെ ഒരു ശീതകാലം മുഴുവൻ ചിലവഴിച്ചെന്ന് വരാം. തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങളെ തിടുക്കത്തിൽ നിർദ്ദേശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു. പന്തകുസ്താവരെ ഞാൻ എഫെസോസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രയോഗികളും വളരെയാണ്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയരായി കഴിയുന്നവർ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെ പോലെ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. ആകയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത്. എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം. സഹോദരനോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് സഹോദരൻ
പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന്, കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും അബ്രാഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറത്തരപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറങ്ങുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. അപ്പോൾ മുമ്പന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുടുംബങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീഹാകാലത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് വളരെ മനോഹരങ്ങളായ 4 വായനകളാണ് ഉള്ളത്. അതിൽ 3 നമ്മൾ വായിച്ചു കേട്ടു. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന നമ്മൾ വായിച്ചില്ല. ആ വായനയിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നിയമാവർത്തന പുസ്തകം 4:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പ്രധാനമായിട്ട് പറയുന്ന ആശയം സീനായ് ഉടമ്പടി നടത്തിയ ആ സമയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മോശ അനുസ്മരിക്കുന്നതാണ്. അവിടെ 2 കാര്യമുണ്ട്. ഒന്നാമത്തേത്, ദൈവം മോശക്ക് ആവശ്യപ്പെടുകയാണ്, കൽപ്പനകൾ പറയുന്നത് ജനം കേൾക്കട്ടെ എന്ന്. ജനം കേൾക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനുവേണ്ടിയാണ്? അവർ ഈ കൽപ്പനകൾ പാലിക്കാനും അത് പാലിക്കാൻ തങ്ങളുടെ വരും തലമുറകളെ പഠിപ്പിക്കാൻ വേണ്ടി അവരിത് കേൾക്കട്ടെ എന്ന് മോശയോട് പറയുന്നു. അതിന് പ്രകാരം ജനങ്ങളെല്ലാം സീനായ് മലയുടെ താഴ്വാരത്തിൽ തടിച്ചു പോകുന്നു. സീനായ് മലയിൽ കത്തുന്ന ആ അഗ്നി നാളങ്ങൾക്കിടയിൽ കൊണ്ട് ദൈവം സംസാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, ദൈവം സംസാരിച്ചു, ജനം കേട്ടു. അവർ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, അവിടുത്തെ കണ്ടില്ല, അവിടുത്തെ രൂപം കണ്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഇസ്രായേലിന്റെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നവൻ മരിച്ചു പോകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എടുത്തു പറയുകയാണ്, അവർ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ, രൂപം കണ്ടില്ല. അങ്ങനെ സീനായ് ഉടമ്പടിയുടെ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മോശ കൃത്യമായി അനുസ്മരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത് തന്നെ മോശയുടെ അനുസ്മരണമാണ്. ശരിക്കും പറഞ്ഞാൽ മോശ കാര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് അനുസ്മരിക്കുക മോശയുടെ മരണത്തിന് മുമ്പായിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഒന്നാമത്തെ വായന നിൽക്കുന്നത്. രണ്ടാമത്തെ വായന നമ്മൾ വായിച്ചു നിൽക്കും ദുരിതകാലത്തെ കുറിച്ചുള്ള ഏശയ്യായുടെ പ്രവചനമാണ്. ഏശയ്യയുടെ 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വരുന്നതാണ് ഇന്നത്തെ വായന. അവിടെ ദുരിത കാലഘട്ടത്തെ കുറിച്ച് പറയുന്നതാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ജെറുസലേമിന്റെ പ്രതാപം അസ്തമിക്കും, അത് വിജനമാകും. അവിടെ വിലാപവും തേങ്ങയുമൊക്കെ ആയിരിക്കും. കാരണം ഇവരൊക്കെ പ്രവാസികളായി കൊണ്ടുപോകപ്പെടും. അത് പിന്നീട് നടക്കുന്നു. പിന്നെ പ്രവാസകാലത്ത് വെച്ച് 2-ാം ഏശയ്യാ പുസ്തകത്തിലെ വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് പ്രവചിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇന്നത്തേത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ വരുമ്പോൾ വീഴ്ചയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. 1-ാമത്തെ അധ്യായത്തിൽ 18-ാം വാക്യത്തിലെ ഏശയ്യാ പ്രവാചകൻ പറയുന്നത്, ഇസ്രായേൽ തിന്ന് കൊഴുത്തപ്പോൾ തിരിഞ്ഞു നിന്ന് തൊഴിച്ചു എന്ന് പറയുന്ന വചനം. ഇസ്രായേലിന്റെ പൊതുവെയുള്ള സ്വഭാവത്തെ കുറിച്ചാണ് ഏശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഫലമായിട്ടുണ്ടാകാൻ പോകുന്ന പരിത്യജിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ 2-ാം വായന പറയുന്നത്. 3-ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത്
ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു വീഡിയോ കണ്ടു ഞാൻ ഓർമ്മയില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നി. കൃത്യമാകുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങല് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെയും അതേസമയം അല്പം നോവുള്ള വിങ്ങല് അനുഭവപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാകും, എനിക്കറിയില്ല. ഒരു നല്ല തിരക്കുള്ള ഒരു റോഡിൽ ട്രാഫിക് ബ്ലോക്കിൽ ഒരു കാർ വന്ന് നിൽക്കുകയാണ്. ആ കാർ വന്ന് നിൽക്കുമ്പോൾ ഒരു കൊച്ചു ബാലൻ അവൻ വന്ന് ഈ കാറിന്റെ ചില്ലുമ്പോൾ തട്ടുന്നു വേറൊന്നുമല്ല, അവൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ്. അവൻ ഈ ചില്ലിനെ തട്ടുമ്പോൾ ആ ചില്ല് പതുക്കെ അതിനുള്ളിലുള്ള ഒരാൾ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ വേറൊരു കുട്ടിയാണ് ഇരിക്കുന്നത്. ബാക്കിലെ സീറ്റിന്റെ ചില്ലിൽ തുറന്നു ആ കുട്ടി പതുക്കെ അവന്റെ കാറിന്റെ ഉള്ളിൽ അവന്റെ കയ്യിൽ വേണ്ട കളിപ്പാട്ടം എടുത്ത് ആ പുറത്ത് നിൽക്കുന്ന കൊച്ചിന് കൊടുത്തു. ഈ കൊച്ച് അത് വാങ്ങി വളരെ സന്തോഷത്തോടെ വാങ്ങി റോഡൊക്കെ ബ്ലോക്കായി ആ റോഡിൽ തന്നെ വെച്ച് ഒരു ലോറി അങ്ങനെ വാഹനം പോലുള്ള കളിപ്പാട്ടമാണ് നിലത്ത് കുരുട്ടി നോക്കി 1-2 പ്രാവശ്യം കുരുത്തിലേക്ക് പോയിട്ട് അവർ സംതൃപ്തി അവരത് തിരിച്ച് ആ കൊച്ചിന് കൊടുക്കുക. കാറിനുള്ളിലേക്ക് കൊടുത്തു. പക്ഷെ അവനത് വാങ്ങുന്നില്ല, അവരെ നീ എടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. നിർബന്ധിച്ച് ആ ബാലനെ പിടിപ്പിക്കുന്നു, അത് നീ എടുത്തോ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ കാണുന്നത് മറ്റൊന്നാണ്. ഈ കൊച്ചു ബാലൻ അവന്റെ കയ്യിൽ കൊച്ച് ആർക്കും വേണ്ടാത്ത ഒരു കളിപ്പാട്ട് കയ്യിലിരിക്കുന്നു. അവരത് വളരെ സന്തോഷത്തോടെ ഈ കാറിലിരിക്കുന്ന ബാലൻ നൽകുന്നു. അത് കാണുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ മാത്രമല്ല, വളരെ സന്തോഷത്തോടു കൂടി ആ കാറിലിരിക്കുന്ന ബാലൻ അവന്റെ കയ്യിലുള്ള കളിപ്പാട്ടുകളെ ചുമക്കുന്നതൊന്നുമില്ല, ഇത് എറിഞ്ഞു കളയാനേ ഉള്ളൂ, ഏതോ കുപ്പൂരെയും എടുത്തുകൊണ്ടുവന്ന കളിപ്പാട്ടമാണ്. പക്ഷെ അവരത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, അത് കഴിഞ്ഞ് രണ്ടുപേരും ടാറ്റ പറഞ്ഞ് ട്രാഫിക് ബ്ലോക്ക് മാറി പോകുന്ന സീൻ കാണുമ്പോൾ തീർച്ചയായും നമുക്കുള്ളൊരു വിങ്ങല് അനുഭവപ്പെടും. കാരണം നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഉള്ളത് പങ്കുവെച്ച് ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കടന്നു പോകുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പങ്കുവെക്കാനുള്ള മനസ്സുണ്ട്, പക്ഷേ അതിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ മാതാപിതാക്കൾ പലപ്പോഴും മറന്നു പോകുകയാണ്. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ഇന്ന് പറയുന്ന കാര്യത്തിന് ഡയറക്റ്റ് ഈ ഒരു സംഭവമായിട്ടൊരു ബന്ധമൊന്നുമില്ലെന്ന് നമുക്കറിയാം. പൗലോസ്ലീഹ പറയുന്ന ഈ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു തലത്തിലുള്ളതാണ്. പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അവരവരുടെ കഴിവിനനുസരിച്ച് എനിക്ക് തരുന്നത് സ്വീകരിക്കാനുള്ള മനസ്സുകൂടെ വേണം. പലപ്പോഴും നമുക്കത് രണ്ടുമില്ലാതെ പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്നുള്ള എന്റെ ആഗ്രഹമാണ് പലപ്പോഴും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാകുന്നത്. എനിക്കുള്ളത് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് വേണ്ടതാണ്, എന്റെ കുടുംബത്തിന് വേണ്ടതാണ്, എന്റെ മക്കൾക്കാണ്, എന്റെ ഭാര്യയ്ക്കാണ്, എന്റെ ഭർത്താവിനെ ചിന്തിക്കുന്ന കുടുംബ വ്യക്തികളുണ്ടാകുമ്പോഴാണ് കൊടുക്കാൻ പറ്റാതെ വരുന്നത്. എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാരിപ്പോയി കൂട്ടിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതം ഇന്ന് കൂടി വരികയാണ്. നമുക്കറിയാം, കുടുംബത്തിൽ മക്കളുടെ കണ്ണ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. പങ്കുവെക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാരണം കിട്ടുന്നതൊക്കെ സ്വന്തമാക്കി വെക്കാനാണ് അവർക്ക് താല്പര്യം. അവർ അങ്ങനെ ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പങ്കുവെപ്പുകളുടെ അനുഭവങ്ങൾ നമുക്ക് ഇല്ലാതെ പോകുന്നത്. സ്നേഹമുള്ളവരെ, വളർന്നു വരുമ്പോൾ പൗലോസ്ലീഹയുടെ ഈ വചനം കൂടുതൽ അർത്ഥമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ പിരിവെടുക്കാതിരിക്കേണ്ടത്. പൗലോസ്ലീഹയ്ക്ക് ഒരു വൈക്ലഭ്യമുണ്ട്. കാരണം ഞാൻ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ പിരിവെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ആരായാലും ചിന്തിച്ചതൊക്കെ അല്ലെ, നമ്മളിവിടെ പഠിപ്പിക്കുന്ന പിരിവെടുക്കാൻ അച്ഛൻ്റെ ബോധത്തിലേക്ക് പോകണമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. എല്ലാവരും അല്ല പറയുന്നത് എന്ന് പറഞ്ഞ പോലെ പൗലോസ്ലീഹയ്ക്ക് ഒരു വൈക്ലഭ്യമുണ്ട്. കാരണം ഈ പിരിവൊക്കെ എടുക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ അതാ ഒന്ന് പൗലോസും ഇവിടെ കണക്ഷൻ കൊണ്ടുപോകും, കുറെ നാളത്തേക്ക് വഴിയിട്ട് കാണില്ല, ഒരു കത്തയക്കുന്നത് പറഞ്ഞു. ഞാൻ വരുമ്പോൾ പിരിവുകൾ എടുക്കാനായിട്ട്. അതുകൊണ്ട് എന്ത് വേണം, ഓരോരുത്തരും തങ്ങളുടെ കഴിവിനനുസരിച്ച് തങ്ങൾക്കുള്ളത്
സപ്പോർട്ട് ചെയ്യുന്നത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അതാണ് പൗലോസിനോട് ഇന്നത്തെ ഈ വാക്യത്തിലെ പൗലോസിനെ ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം അവശത അനുഭവിക്കുന്ന സഭാസമൂഹങ്ങളെ താങ്ങി നിർത്തുക എന്നുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. എന്റെ നിങ്ങളുടെയും കടമയാണ്. നമുക്ക് സമൃദ്ധി ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാ. ഞാൻ നിങ്ങളൊക്കെ കാര്യസ്ഥന്മാരാണ്. നമ്മുടെ സമ്പത്തിന്റെ അതേത് തരത്തിലുള്ള സമ്പത്തായാലും, സാമ്പത്തികമായിട്ടുള്ള സമ്പത്തായാലും, നമ്മുടെ കഴിവുകളായാലും, നമ്മുടെ സമയമായാലും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുമ്പോഴാണ് അതിനർത്ഥമുണ്ടാവുള്ളൂ. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറെ നാളുകൾക്ക് മുമ്പ് വളരെ സ്ഥിരമായിട്ട് നമ്മുടെ സിനിമ മോഹൻലാൽ ബ്ലോഗ് എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനധികം കാണാറില്ല, ഉണ്ടാവും, പക്ഷെ ഞാനധികം ഫോളോ ചെയ്യാറില്ല. നമുക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊരിക്കലും അദ്ദേഹം എഴുതിയ ബ്ലോഗ് നിങ്ങളൊക്കെ വളരെ വാർത്തയുടെ ബ്ലോഗാണ്. അദ്ദേഹം പണത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം, അത് ആവശ്യക്കാരന്റെ കയ്യിലെത്തുമ്പോഴാണ് പണത്തിന്, കറൻസിക്ക് വിലയുണ്ടാകുന്നത്. ആവശ്യമില്ലാത്തവരുടെ കയ്യിൽ ഈ കറൻസി ഇരിക്കുമ്പോൾ അത് ഒരു കടലാസ് കെട്ടുകളാണ്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാൻ നമ്മിൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാതെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അത് ആവശ്യമുള്ളവർ ലഭിക്കുമ്പോഴാണ് അതുകൊണ്ട് അർത്ഥമുണ്ടാകുന്നത്. പൗലോസ് പറയുന്നത് ആവശ്യത്തിൽ ഞെരുക്കുന്ന വിശ്വാസ സമൂഹങ്ങളെ പരിപോഷിപ്പിക്കേണ്ടത്, അവരെ ശക്തിപ്പെടുത്തേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അപ്പോൾ ഈ വാചകങ്ങളെ പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്റെ കഴിവ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ ആരുമല്ല, ഞാനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവ് നിശ്ചയിക്കുന്നത് ഞാനോ മറ്റുള്ളവരോ അല്ല, നിങ്ങൾ ഓരോരുത്തരും. മറ്റുള്ളവരെ ഇടപെടേണ്ടതില്ല. പക്ഷേ നമ്മൾ ആത്മാർത്ഥതയോടെ നിശ്ചയിക്കണം. എനിക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരാള് ഞാൻ 10 രൂപ കൊടുത്ത് ഇങ്ങനെ എനിക്ക് ഇത്രയും പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയൊക്കെ ഒരു ചെയ്യുമ്പോഴാണ് ഞാൻ ഇടവേലായിരുന്നപ്പോൾ ഉണ്ടായ അനുഭവം. അതിന് പേര് വർഷങ്ങളോളമുള്ള കലാപമായ ഇടവേലുണ്ടായിരുന്നു. ഞാൻ കർഷകരായിരുന്ന സമയത്താണ്. പിരിവ് നടത്തി, കൂടെ നടന്ന്, അച്ഛൻ്റെ കൂടെ നടന്ന് എല്ലാവർക്കും കാര്യമായിട്ട് പിരിവ് പിടിപ്പിച്ചു. കൂടെ നടക്കുന്ന ആൾ പറയുന്നത്, അച്ഛൻ അവർക്ക് 10,000 രൂപ, ഇവർക്ക് 27 രൂപ, ഇവർക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഒരു വ്യക്തി ഇലക്ട്രോണിക്സ് പഠിച്ചിറങ്ങിയപ്പോൾ ജോലി പോലും കിട്ടിയിട്ടില്ല. ഇലക്ട്രോണിക്സ് IT പഠിച്ചിറങ്ങിയപ്പോൾ അവർ 10,000 രൂപ. കാരണം അവർ ഇലക്ട്രോണിക്സ് പഠിച്ചത്, അന്ന് ഇലക്ട്രോണിക്സ് കുറെ കൂടി ഡിമാൻഡുള്ള ഒരു കൈത്തൊഴിലാണ്, ഒരുപാട് സാധ്യതകളുള്ള. പക്ഷെ ജോലി കിട്ടിയിട്ടില്ല, പഠിച്ചിറങ്ങിയപ്പോൾ റിസൾട്ട് കൊടുക്കുന്ന പരീക്ഷയാണ്. അവർ 10,000 രൂപ അവർ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോൾ അവർ വിചാരിച്ചാൽ രണ്ട് റേഡിയോ നന്നാക്കിയ, രണ്ട് TV നന്നാക്കിയ അവർ തുടങ്ങിയ കൊണ്ടുപോലെ പറ്റും, അല്ലെങ്കിൽ TV ഉണ്ടാക്കി കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചു. അവസാനം ഇദ്ദേഹത്തിന് വീട്ടിൽ അച്ഛാ റബ്ബറിന് വിലയൊന്നുമില്ല, റബ്ബറിന് വിലയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ പട്ടിണി പരിവിട്ട് പോയി അവർക്ക് രക്ഷയില്ല. അച്ഛൻ 1000 രൂപ എഴുതിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ആ വ്യക്തിക്ക് എഴുതിയത് 1000 രൂപ. അയാളെ പട്ടിണി പാവത്തിന് 10,000 രൂപ മിനിമം എഴുതി കൊടുത്ത് അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ എഴുതുന്നത് 1000 രൂപ. കാരണം അന്ന് അദ്ദേഹമാണ് കൈക്കാരൻ, അദ്ദേഹമാണ് വീട്ടിൽ കഴിവ് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് അദ്ദേഹം നിശ്ചയിച്ചു. അവരുടെ കാര്യം വന്നപ്പോഴും അദ്ദേഹത്തെ നിശ്ചയിച്ചു, ഞാൻ 1000 രൂപ കൊടുക്കും, മറ്റുള്ളവർ 10,000 കൊടുക്കാം. അദ്ദേഹത്തിന് മുന്നിട്ട് പലിശ ഏർപ്പാടാക്കി. ഇതിന്റെ പേരാണ് കലാപം എന്ന് പറയുന്ന ആൾ നേരിടുന്ന കലാപം ഉണ്ടായി. പിന്നീട് അത് പരിഹരിക്കാനായിട്ട് സാധിച്ചു. നമ്മളൊരു ആത്മാർത്ഥതയോടെ ഞാൻ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് നിശ്ചയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓർമ്മിക്കുക. അത് ഓരോരുത്തരും നമ്മുടെ കഴിവനുസരിച്ച് അത് സ്ഥിരമായി ചെയ്യണം. നമ്മുടെ പ്രോത്സാഹനത്തെ ഡയറക്ടറെന്ന് ഓർമ്മിപ്പിക്കുക. വെറുതെ അല്ല, അത് സ്ഥിരമായി ചെയ്യണം. അത് ഒരു ദിവസം ഞാൻ ഒരു 100 കൊടുത്തു എന്നുള്ളതല്ല, പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ സഭയിൽ അതിലേക്ക് വിളിച്ചില്ല. ദശാംശം സംവിധാനം ഉണ്ടാക്കിയത്. പക്ഷെ എത്ര പേര് ദശാംശം കൊടുക്കുന്നുണ്ട് ഒരു സഭയിൽ? എനിക്ക് അറിയാം. ഞാൻ ഇന്നവരുടെ പറയുന്നത് തമാശയ്ക്ക് വേണ്ടി, പറ്റിക്കാൻ വേണ്ടി പറയുന്നതില്ല, ഒറിജിനൽ കേസാണ്. പള്ളിയിൽ പിരിവ് കൂടുതലാകുന്നുണ്ട്. ഒരാള് ഒരു മറ്റൊരു സഭാ വിഭാഗത്തിലേക്ക് മാറി. നമ്മുടെ ഇടവകയിൽ നിന്ന് പേരുവിടില്ല, ആളെ പോയി അതിൽ ചേർന്നു. നമ്മുടെ വലിയായിട്ട് അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആളെ പേരിട്ടു. ഞാൻ ചെല്ലുമ്പോൾ ആള് മറ്റു സഭയിൽ അംഗമാണ്. കാരണം ഇവിടെ പിരിവ് കൂടുതലാണ്. ഞാൻ ഇടവകയിൽ ചെല്ലുമ്പോൾ പോയി ഞാൻ ചെല്ലുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ പ്രതിരോധം പറഞ്ഞുകൊണ്ടാണ് പേരുകൊണ്ട് ആളോട് നമ്മൾ എഴുതി തരണം, ഞാൻ ഈ സഭയിൽ
എനിക്ക് വിഷമമാണ്. മറ്റച്ഛനൊക്കെ പോലെ തന്നുണ്ടാക്കിയിട്ട് പിരിവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും സ്ഥിതി അതിനൊക്കെ കഷ്ടമാണ്. കൃത്യം വരുമാനം അനുസരിച്ച് ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലെ ഓരോ അംഗത്തിന്റെയും വരുമാനത്തിനനുസരിച്ച് ലിസ്റ്റ് ഇട്ടിരിക്കുക. കൊടുത്തില്ലെങ്കിൽ ചെയ്യാറില്ല, നിർബന്ധമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അവരുടെ സംവിധാനം മുന്നോട്ട് പോകുന്ന ഈ ഒറ്റ പിരിവിലാണ്. അപ്പോ കൊടുക്കാൻ യാതൊരു വിഷയമില്ല. ഇവിടെ എല്ലാം പിരിവാണെന്ന് പറഞ്ഞ് മറുകണ്ട ചാടിയില്ല. അവിടെ നിന്നപ്പോ ഇവിടെ കൊടുക്കുന്നത് വാങ്ങി വെച്ച് അവസാനിപ്പിക്കുള്ളൂ. കവർ കൊടുത്ത് 10 രൂപ നമ്മളത് വാങ്ങി വെച്ച് അവസാനിപ്പിക്കുള്ളൂ. അവിടെ അതല്ല കൊടുക്കേണ്ടത്. നിന്റെ വരുമാനം നിനക്ക് മാസം 35,000 50,000 ഉണ്ട്. അപ്പൊ 10% ഇത്ര എഴുതി അത് സ്ഥിരമായിട്ട് കൊടുത്തിട്ട് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ സംവിധാനങ്ങളെ കുറ്റം പറയും. പക്ഷേ മറ്റുള്ളിടത്ത് ചെന്നാൽ ഇതിനൊക്കെ വിധേയപ്പെടാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് കാണാതെ നമ്മുടെ ചെറിയ CBSE സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഫീസ് വലിയ ഫീസാണെന്ന് പറയും. അതേസമയം കഴുത്തർക്ക് ഫീസ് വലിയ സ്കൂളുകൾ കൊണ്ട് ചേർത്താലും അവർക്ക് അതൊക്കെ നോർമൽ ഫീസാണ്. അതൊക്കെ നോർമൽ ഫീസാണ്. നമുക്ക് പലപ്പോഴും കാണുന്ന ഇത് നമ്മുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് പൗലോസ്ലീഹ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം വിശ്വാസി എന്ന നിലയിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവശത അനുഭവിക്കുന്ന സഭാവിഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സമ്പത്ത് കൊണ്ടായാലും നമ്മുടെ കഴിവുകൾ കൊണ്ടായാലും നമ്മുടെ സമയം കൊണ്ടായാലും അതിന് നമ്മൾ തയ്യാറാകാം. രണ്ടാമത്തേത് നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ദാനം ചെയ്യാനും തയ്യാറാകാറുണ്ട്. മൂന്നാമത്തേത് അത് സ്ഥിരമായ രീതിയിൽ ചെയ്യാനായിട്ട് പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വരും തലമുറ, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചതിനെ കുറിച്ച് പറഞ്ഞത് കർത്താവിന്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കാൻ അവർ പഠിക്കുകയും അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോഴാണ് മക്കള് കൊടുക്കാൻ താല്പര്യമുള്ളവരായിട്ട് വളരുകയുള്ളൂ. അല്ലാതെ ഒന്നും കൊടുക്കുന്നത് കാണാത്ത മക്കള് ഒരിക്കലും കൊടുക്കാൻ തയ്യാറായി. നമുക്ക് ഈ ചെറിയ സന്ദേശം നമുക്ക് തോന്നും വളരെ നിസ്സാരമാണല്ലോ, ഇത് ഇത്ര വലിയ കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. കൊടുക്കാനുള്ള മനസ്സിലായ്മ ഇന്നത്തെ കാലത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുക. നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ അമേരിക്കയിലെ ചൈനയുടെ പ്രത്യേകത പ്രശ്നം എന്താ? അവർക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, അവർക്ക് പിടിച്ചെടുക്കാൻ എന്നുള്ള താല്പര്യമാണ് അവർക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളും. ഇത് വ്യക്തി തലത്തിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നമാണ്. അതാണ് സമൂഹ തലത്തിലേക്കും രാഷ്ട്രത്തിന്റെ തലത്തിലേക്കും വ്യാപിക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു സംസ്കാരം, പഴയ സംസ്കാരത്തെ നമ്മൾ പൊടിയൊട്ടിയെടുത്ത് നമ്മുടെ ജീവിത ശൈലിയാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ശൈലി വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്താതിരുനാളിൽ സ്നേഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിനെ എഴുന്നള്ളി വരണമേ. മരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനെ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർദോൺ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെ, സഹായമന്ത്രി മണ്ഡോണി പിതാവിനെയും വത്സല പിതാവ് ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാരെയും പരിശുദ്ധങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യം വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മുകളിൽ ചൂടിയ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തടയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർന്നെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടാൻ സത്യാത്മാവും ജീവകാലവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശരീരവും സാർവത്രികവുമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനങ്ങളുടെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യശാസ്ത്രം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവാൻ. വിശാല കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെയും കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നു ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭക്തമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥ വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മുടെ കൂടെ. കൃപയും
Yes.
സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്തോടെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സംധരിക്കുകയും പ്രധാനമായി ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടമ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക പ്രകാശം നൽകി ശത്രുവിനെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ ദുരിത അധ്യക്ഷനായ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാപ്പൊലീത്താമാർക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, സന്യാസികമായ പ്രേക്ഷക മിഷണർമാർ, ഭരണകർത്താക്കളുടെ അധികാരികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, സമർപ്പിത പദാധ്യാപകർ, വചന പ്രഘോഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും വിശിഷ്യ പരിശുദ്ധമാറിയ സംവിധാനയുടെ വിശുദ്ധ നരീസിന്റെയും ഭാരതത്തിലുള്ള വിശുദ്ധതയും വാഴ്ത്തപ്പെട്ടവരുടെയും ദേവദാസന്മാരുടെയും ദേവദാസനെ സ്തുതിക്ക് വേണ്ടിയും വിശ്വാസത്തിന്റെ എല്ലാ പൂർവികർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ
കാത്തു നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഇടവകയുടെയും ഈ ഓൺലൈനിലൂടെയും വിശുദ്ധ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇന്നലെ ജീവിച്ചിട്ടുള്ള എല്ലാ സന്യാസികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നല്ല ദൈവയുടെ ഉദ്ധാരണമായിട്ടുള്ള വേണ്ടിയുടെ സേവനമായ എല്ലാ വൈദിക സന്യസ്തർക്കും വേണ്ടിയും ഇപ്പോൾ സേവനം ചെയ്യുന്ന വേണ്ടിയും അവരെല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവരെല്ലാ അന്തവാസികളും ജീവനക്കാർക്കും വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും ശിക്ഷണങ്ങൾക്കും ദ്വേഷമുള്ള കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയും കൂതാശ ജീവിക്കുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മാനസാന്തരത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ യോജനകൾക്കും വേണ്ടി കൗമാരക്കാർക്ക് വേണ്ടി ചെയ്തു കൂട്ടുകളുടെ ദേശീയ പ്രസ്ഥാനം കൂടി വഴി നടക്കുന്ന എല്ലാ യോജനകളുടെയും കൗമാരക്കാരുടെയും തിരിച്ചറിയാൻ വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും മക്കളില്ലാത്തല്ലാത്തവർക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും വൃദ്ധകൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും സമസ്ത മേഖലകളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൂരങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന് വേണ്ടി ഞങ്ങൾ നയിക്കുന്ന എല്ലാവർക്കും ഭരണാധികാരികൾക്ക് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞങ്ങളുടെ നാടിനെ കാക്കുന്ന എല്ലാ പട്ടാളക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും നിലനിൽക്കുന്ന സൗഹാർദ്ദം ഉണ്ടാകാൻ വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും വിവിധ സഭകളുടെ സമാധാനത്തിന് വേണ്ടി നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയും സമർത്ഥമായ ശാരീരിക ബന്ധമെന്ന് പകർച്ചവ്യാധിയിൽ നമ്മുടെ നാടിന് സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടിയും കൊറോണ വൈറസ് ബാധയും മരണപ്പെട്ട എല്ലാ വ്യക്തികളുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഐസൊലേഷനിൽ ചികിത്സയിൽ ക്വാറന്റൈനുമായിരിക്കുന്നവർക്ക് വേണ്ടിയും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധിക്കുന്നവർ കഷ്ടപ്പെട്ട് ജീവിതം പ്രസിദ്ധരായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രകൃതി ദുരിതങ്ങൾ മൂലവും മറ്റ് അപകടങ്ങൾ മൂലം ജീവിതം ക്ലേശപൂരിതമായിരിക്കുന്നവർക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾക്കായിരിക്കുന്നവർക്ക് വേണ്ടിയും പരീക്ഷകളുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ നാടിന്റെ നേതാക്കളെ എല്ലാ കർഷകർക്ക് വേണ്ടിയും അവരെല്ലാ അവകാശങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയും ആദ്യ പാരസ്യത്തിനായിട്ട് ഞങ്ങളുടെ പിഞ്ചാവലുകൾക്ക് വേണ്ടിയും അവരെല്ലാ നിയോഗങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായിരിക്കും വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, നിങ്ങളെ പഠിപ്പിച്ചവരെ നമ്മളെ വിശുദ്ധമായി പരിഗണിക്കുന്ന അഭിഷേകത്തിന് ശരീരത്തിലെയും നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവസ്മരണ സംജാതമാക്കട്ടെ. ഞങ്ങളുടെ ജീവിതകാലങ്ങളുടെ ശാന്തി സമാധാനം നൽകട്ടെ. അന്ന് മാത്രമേ യഥാർത്ഥ പിതാവായ ദൈവങ്ങളുടെ പ്രകൃതമായ സുവിശേഷവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സാക്ഷിമാർ വേദപാരകന്മാർ ശുശ്രൂഷകർക്കും വിശുദ്ധമാവുന്ന സജീവവും ജീവദായകമായ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനമായ ആവശ്യമായ നൈപുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ച എല്ലാ മനുഷ്യൻ വരട്ടെ. കർത്താവിനെയും ഐശ്വര്യമായ ദാസനം നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥനുമായി സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ നിന്റെ ദാസരുടെ കൃപയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ വിസ്മയാവഹമായ രക്ഷാബദ്ധതയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന നിന്റെ അഭിഷേകത്തിന് മുൻനിർത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി അങ്ങേ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രം സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പദ്യാചരണങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനികപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പ്രതിവികളാക്കുകയും ജ്വലിക്കുന്ന ധർമ്മ കൊണ്ട് സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി പോയിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രകാരം പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിരപ്പിച്ചവന് വിശ്വാസമാകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
ജീവിക്കുന്ന കർത്താവ് ശിശുവിനടുത്ത് ഭാവനം അവിടുത്തെ കാരുണ്യത്തിലെടുത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹന്മാരെ അനുകരിച്ച് വിശുദ്ധ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോട് കൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പരിധിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ക്രോവേശാപേവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. പ്രഭവമേഴും രാജനാണു നീ, ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോടെ ദിവ്യനാസുരുവാണു നീ. മധ്യരക്ഷയ്ക്കായി കന്യകയിൽ നിന്നങ്ങു വന്യ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുന്ദരവും പരിശുദ്ധവും ജീവിതവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിക്കുന്നതിനെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. നീ ഞങ്ങൾക്ക് നൽകിയ മഹാദാനങ്ങളെ കുറിച്ച് നിന്റെ മഹാമഹത്വത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീ ഞങ്ങളെ സ്വർഗീയ സമ്മാനങ്ങൾക്ക് യോഗ്യരാക്കണമെന്ന് നിന്റെ കാരുണ്യാധിപതിയെ കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായേ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തകാലത്ത് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും ശരിയായിരുന്നു.